സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അരിയോ പൊടികളോ ഒന്നും ചേർക്കാണ്ട് നമ്മൾ അടിപൊളി ഒരു ബൻദോശയാണ് റെഡിയാക്കാൻ പോണേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. 3/4 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്ത് കഴുകി 2 മണിക്കൂർ കുതിർത്തി വെച്ചേക്കണതാണ്. ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 4 ചുവന്ന മുളക് എടുക്കണേ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്തോളൂ. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരയ്ക്കണം. അരയ്ക്കുമ്പോൾ നല്ല തിക്ക് പേസ്റ്റായിട്ട് അരയ്ക്കണം കേട്ടോ, ലൂസ് ആവരുത് ബാറ്റർ. ഫൈനായിട്ട് അരച്ചെടുത്തു. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മാവിൻ്റെ പാകം. ഇഡ്ഡലി ബാറ്ററിനെക്കാട്ടിലും തിക്കായിട്ട് വേണം. കുറച്ച് വെള്ളം, 1 ടേബിൾ സ്പൂൺ അത്ര വെള്ളം ചേർത്തിട്ടുള്ളൂ. ജാറ് കഴുകി അത് ഇതിലേക്ക് ചേർക്കാം. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. അരയ്ക്കുമ്പോൾ ഈ പാകം വേണം കേട്ടോ മാവിന്. ഇനി നമ്മൾ ഈ ബാറ്റർ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. നമുക്ക് ഇപ്പം തന്നെ ഇത് ദോശ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പക്ഷെ ഇപ്പം ദോശ ഉണ്ടാക്കുമ്പോൾ ആ പരിപ്പിൻ്റെ ഒരു പച്ച സ്വാദ് നമുക്ക് കിട്ടും. റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ പരിപ്പിൻ്റെ സ്മെല്ലോ ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി കട്ടിയായിട്ട് ആ മാവ് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. അതിൻ്റെ മുമ്പ് ഇതിലേക്ക് 2-3 സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുക. സവോള, ഇതിൻ്റെയൊക്കെ അളവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുത്തോളൂ കേട്ടോ. അതിപ്പോൾ ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല, ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല. പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, ക്യാരറ്റ്, നാളികേരം, 1/4 ടീസ്പൂൺ കായപ്പൊടി. പരിപ്പായ കാരണം കായപ്പൊടി ആഡ് ചെയ്യണം. ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഉപ്പ് കറക്റ്റാണോ നോക്കിയിട്ട് വെള്ളം ചേർക്കാം. ഇതിൽ ബേക്കിംഗ് സോഡ അങ്ങനെ ഒന്നും ചേർക്കണ്ട കേട്ടോ. കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു. നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് കറക്റ്റാണോ നോക്കിക്കൊള്ളണം കേട്ടോ. അപ്പോൾ ഇതാണ് ബാറ്ററിൻ്റെ പാകം. നമുക്ക് കോരി ഒഴിക്കണം, പക്ഷെ ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ഇഡ്ഡലി മാവിൻ്റെ ബാറ്ററിനെക്കാട്ടിലും നല്ല തിക്കായിരിക്കണം ഈ മാവിൻ്റെ ബാറ്റർ. ഇനി നമുക്ക് ദോശ റെഡിയാക്കാം. അപ്പച്ചട്ടിയിലാണ് ഞാൻ ബൻദോശ ഉണ്ടാക്കാൻ പോണത്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ, ഓയിലോ വെളിച്ചെണ്ണ ഏതായാലും കുഴപ്പമില്ല. ഒരു കയ്യിൽ ബാറ്റർ ഒഴിക്കാം. നല്ല തിക്കായിട്ട് ഒഴിക്കണം കേട്ടോ. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു സൈഡ് ആയി ഉണ്ടാവും, മറിച്ചിട്ട് കൊടുക്കാം. ദോശ റെഡി ആയി ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ കേട്ടോ. അരിയും വേണ്ട, അരിപ്പൊടി വേണ്ട, ഗോതമ്പ് പൊടി വേണ്ട, പൊടികളൊന്നും ഇല്ലാണ്ട് പരിപ്പ് വെച്ച് തന്നെ അടിപൊളിയായിട്ട് ദോശ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാ ദോശയും റെഡിയാക്കി എടുക്കാം. അരിയോ അരിപ്പൊടിയോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡിയാക്കാൻ പറ്റും. അത് നല്ല ഹെൽത്തി ആയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.